പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിച്ചിരി വേണം. ഓ മുത്തേ, ഇത് മോനിക്കുട്ടിന് മേടിച്ചതാന്ന്. എന്തോ ഇത്ര കോപം എന്തോ? ഞാൻ കൊണ്ടുവരുന്നതൊക്കെ വേണം. എന്റെ മുഖം കണ്ടൂടാ അല്ലേ? എന്തോ ഡോക്ടറെ കാണിക്കണം. നമ്മുടെ സിങ്കിന്റെ പ്രശ്നം വേണ്ടി ഈ സാധനം പോയത്. ഇന്നിവിടെ ചെറിയൊരു വർക്കിന് നമുക്ക് ടാങ്ക് വെച്ചതിന്റെ പണി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓവർഫ്ലോയുടെ ഒരു സാധനം വെക്കാനുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ കാണിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇത് മൊത്തം ഇളകി പോയേക്കുമായിരുന്നു ഇതിന്റെ പഴയത്. അപ്പൊ ഇത് വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞു. ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളു. ഗ്ലൗസ് ചോദിക്കുന്നു. പിന്നെ ഇന്ന് ഒത്തിരി താമസിച്ചാ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് മുത്തിന് അവിടെ വെച്ച് വയ്യായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പനിയായിരുന്നു. അപ്പോൾ വയറിനകത്തും വേദന ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ വലിയ പക്കറ്റിനൊക്കെ സാധനം മാറ്റിയോ? അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ആ മതി, പ്ലാസ്റ്റിക്കാൻ കിട്ടാം. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിവിടെ വന്നിട്ട് ഒരു ഡോക്ടറെ കാണിക്കാം, ചെക്കപ്പൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ സ്കാനിങ് എഴുതി തന്നിട്ടുണ്ട്. നാളെ അത് ചെയ്യണം. എന്നിട്ട് മരുന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് പറയത്തുള്ളൂ. അപ്പൊ അതിന് പോയി കുറെ താമസിച്ചിരുന്നു. ഇതിന്റെ കയ്യിൽ ഏതായാലും ഗ്ലൗസ് ഇട്ടല്ലേ ഇതിനകത്തില്ല. ഇവിടെ ജോലി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ല, ഈ 20 ചെയ്യുന്നില്ല. ആ പഴയ വേസ്റ്റ് കപ്ലിങ് മൂലം ഞങ്ങൾ ഭഗീരഥ പ്രയത്നം നടത്തി. അത് വെട്ടിക്കണ്ടിച്ചൊക്കെ എടുത്ത് എന്തോന്നറിയാമോ, നമ്മുടെ ആ സാധാരണ വാൽവല്ല വെച്ചിരിക്കുന്നത്, പൈപ്പ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ്. ആ പൈപ്പെല്ലാം വെട്ടിക്കണ്ടിച്ചെടുത്താൽ പിന്നെ നമുക്ക് അതുപോലെ വെക്കാൻ സാധനങ്ങളില്ല. പിന്നെ പഴയതെടുത്ത് പുതിയത് വെക്കാൻ ഇച്ചിരി പ്രയാസപ്പെട്ട്. നീ എന്ത് വലുപ്പത്തി? വെള്ളത്ത് പോവും. ഇല്ലില്ല, വീണില്ല. വെള്ളം നോക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി പാല്, തൈര്, കാപ്പിപ്പൊടി, ഇത് മുത്തിനാട്ടോ സ്ക്രബ്ബർ, ഇത് ബാത്റൂം ഫ്രഷ്നർ. ഓ വരുന്നു വരുന്നു. പിന്നെ ഈ മേടിച്ച് തെരണ്ടിയാ വാങ്ങിച്ചത്. കുറച്ചേ ഉള്ളായിരുന്നു. അത് ഞാനിങ്ങനെ മേടിച്ചു. അന്ന് മേടിച്ച് എനിക്ക് നിറച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒത്തിരി നാളുകൊണ്ട് കഴിക്കാതിരുന്ന് കഴിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് പുതിയ തെരണ്ടി മേടിച്ചു. ഇന്നിപ്പോൾ എടുക്കുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്, അതേ ഉള്ളൂ. ഇന്ന് വെക്കുന്നില്ല, നാളെ ഉള്ളൂ. ചെറിയ കുറച്ച് ജോലിയും കൊണ്ട് അതോടെ ചെയ്ത് തീർത്ത് കുളിച്ച് തിരിച്ചു കയറും. പച്ച വലുതായിരുന്നടാ. അല്ലല്ല, അതിവിടെ ഇരിപ്പുണ്ട്.
വലിയ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് നമുക്കില്ല, നമുക്ക് അങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇല്ല. അപ്പോൾ ഇല്ല, അത് അവരുടെ തന്നെ അന്ന് ഇവിടെ വെച്ചിട്ട് പോയതാ. ഞാൻ ചോദിച്ചു മേടിച്ചു വെച്ചാൽ അതാ പറഞ്ഞേ. നമുക്കുള്ള വച്ച് ഇവിടെ ഉണ്ടോ? നമ്മുടെ ഒരു കുഞ്ഞു ടീപ്പോ മേടിച്ചു, അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. വേണ്ട, അച്ചാച്ചൻ അത് ഇട്ടോളൂ. എല്ലാരും കൂടി ഇട്ട് തിരിച്ച് അതിൻ്റെ ഇതങ്ങ് പോവും. മറ്റേ സ്ക്രൂ കുഴിഞ്ഞ് കയറുന്ന കഴിപ്പിക്കാം. അറിയത്തില്ല സ്വിച്ച്. കോളിംഗ് ബെല്ലിൻ്റെ അന്ന് അതിനെ അത് ഓഫാക്കി ഇടും. ആഹാ, സഹായിക്കുന്നതും പോരാ, പിന്നെ എന്തുവാണ് എൻ്റെ കൊച്ചിനെ നീ അതൊന്നും പറയരുത്. ഇന്നലെ വിഷമിച്ച് വന്ന് കിടന്ന് എന്നോട് പറയാം, അച്ചാച്ചനോട് പോയൊരു സോറി പറ. ഞാൻ ചോദിച്ചു എന്തോനാ? അമ്മ എന്തിനാ അച്ചാച്ചനെ വഴക്ക് പറഞ്ഞു? ഉറക്കളക്കല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുന്നതിനാ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു. ഡോക്ടർ പറയാറാവുന്നതേ ഉള്ളൂ. ഡോക്ടർ പൈസ ഒന്നും മേടിച്ചില്ല. ഗണേഷിന്റെ അമ്മയില്ലേ ഡോക്ടർ, അവിടാ പോയെ. ഇതാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത ടീപ്പോട്ടോ. 3 തട്ടുണ്ട്. 1 2 3. പിന്നെ ഇവിടെ ടേബിൾ മാറ്റാ വെച്ചിരുന്നത്. എന്തുവാ അല്ല, അതിന്റെ താഴ്വശം അതവിടെ ഉണ്ടായിരുന്നു. അതവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, പോയി. പഞ്ഞിയാ അത്. ഞാൻ ഇത് വെച്ചിട്ട് അവിടെ അടി നമുക്ക് കൊള്ളും. അതുപോലെ പഞ്ഞിയാ. അലമാരിക്കകത്തുനിന്ന് കുറെയൊക്കെ ഒതുക്കണം കുഞ്ഞ്. അമ്മയ്ക്ക് സമയമില്ലാഞ്ഞോണ്ടാ. അത് ടേബിൾ മേടിക്കാം. അത് കൊള്ളത്തില്ലടാ, അത് മൊത്തം പോയതാ. തുരുമ്പിച്ച് അത് തുറക്കാനും അടയ്ക്കാനും 2 പേര് വേണം. അത് ഉറപ്പിച്ച് വെക്കണം അതിൻ്റെ ഫ്രണ്ടില്. അതിന്റെ മുകളിലത്തേത് മേടിച്ചിടണം. ഇപ്പറം മൊത്തം അടന്നടന്ന് പോവാ. അവിടെ എല്ലാം വീഴും എപ്പോഴും. ലക്ഷ്മി ചേച്ചി മോനിക്കുട്ടന് മുത്തിന് എന്തൊക്കെയോ സ്പെഷ്യൽ അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ 8 മണി കഴിഞ്ഞില്ലേ? 8 മണിയായി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ. അതുകൊണ്ട് കുളിച്ചതേ ജപിച്ചില്ല.
നമ്മുടെ ശ്രീദേവി ടീച്ചറുണ്ട്, ടീച്ചറമ്മ എന്നെ വഴക്ക് പറയും. എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ വീഡിയോയിൽ കാണിക്കും. തിരി കത്തിക്കുന്നതിൻ്റെ ആണെങ്കിലും പ്രാർത്ഥിക്കുന്നതിൻ്റെ ആണെങ്കിലും അത് ഇന്നുകൊണ്ട് ഉടനെ ചോദിക്കും, ഇന്ന് പ്രാർത്ഥിച്ചില്ലയോ എന്ന് ചോദിച്ച് വഴക്ക് പറയും. അപ്പോൾ ഇന്ന് ടീച്ചറമ്മ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ചോദിക്കും എന്തുകൊടുക്കുമായിരുന്നു. അതുകൊണ്ട് പറയാൻ 8 മണിയായി വീട്ടിൽ വന്നപ്പോൾ, അതുകൊണ്ടാട്ടോ. ഇത് തൈരിനകത്ത് ഇത് പിന്നെയും വന്നല്ലയോ? ഇത് വേപ്പിലക്കട്ടി. കണ്ണിമാങ്ങിയുണ്ട്. അത് ഓർമ്മ വേപ്പിലക്കട്ടിയൊക്കെ കൊണ്ടുപോകണം കോളേജിൽ പോകുമ്പോഴേ. ഇപ്പൊ ഇച്ചിരി തൈര് മേടിച്ചാലേ മതി, ഇതൊക്കെ കൂട്ടി ചോറുണ്ടാവല്ലോ. ഇതെനിക്ക് ട്രൈ ചെയ്യണം. അപ്പൊ ലക്ഷ്മി ആന്റിക്ക് ഒരു മെസ്സേജ് ഇടണം. മുത്തിനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ കയറിയതുകൊണ്ട് അത്രയും താമസം. നമുക്ക് 20 ടോക്കൺ കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഒരാളും കൂടെ ഉള്ളായിരുന്നു ലാസ്റ്റ്. 21 പേരേ ഉള്ളൂ. ഒത്തിരി നേരം ആ ഡോക്ടർ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ടാണ് വിടുന്നത്. ഒരു പേഷ്യന്റിനെ എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റ്, ഒരു ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും നോക്കൂലേ. ഇപ്പൊ എടുക്കണ്ട, ഇപ്പം ഞാൻ നേരത്തെ വീഡിയോയില് നമ്മളെപ്പോഴും ഗണേശും ഇല്ലായിരുന്നോടാ. നേരത്തെ വീഡിയോയിലെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. മുത്തിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് ഗണേഷിന്റെ ഭയങ്കര കൂട്ടുകാരായി ഇവര് കേട്ടോ. അപ്പൊ ഗണേഷിന്റെ അമ്മയാണ് മുത്തിനെ ഇന്ന് നോക്കിയ ഡോക്ടർ, ഫിസിഷ്യനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെ പേര് വിളിച്ചപ്പോഴാണ്, ഷാരോണെന്ന് പേര് വിളിച്ചപ്പോഴേ ഡോക്ടർക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് നാളെ എല്ലാം ടെസ്റ്റ് ചെയ്യാനെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. കൊടുത്തിട്ട് ശനിയാഴ്ച പോയി ഡോക്ടറെ കാണാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. 9:30 ലാബിൽ ചെല്ലണം കേട്ടോ. ആഹാരമൊന്നും കഴിക്കാതെ ചെല്ലണം. ചോദിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അന്നേരത്തേക്ക് ഞാനും ഒരുങ്ങണം. അതുകൊണ്ടാണ്. അല്ല, ഞാൻ പോവാ, എനിക്ക് ബുള്ളറ്റ് ഉണ്ട്. നീ തന്നെ പോയാൽ പറ്റത്തില്ല. ഞാൻ തന്നെ ബ്ലഡൊക്കെ എടുക്കും. എന്തോ പേടിയൊന്നുമില്ല, ഞാൻ കഴിക്കാതെ. ഒരു മയക്കം, ഒരു ഭയം. ചോറുണ്ണാൻ പോയില്ലയോ? കൂടെ അമ്മയ്ക്കും കൊണ്ടുവരണം. 4 ഓർമ്മ. ഏറ്റവും 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 ഇഷ്ടമുള്ള സാധനം. പിന്നെ പ്രിയപ്പെട്ട ലക്ഷ്മി ചേച്ചിക്ക് ചക്കരി ഉമ്മ. ഇതിനെക്കാട്ടി 100 ഇരട്ടി മധുരമുള്ള ചക്കരി ഉമ്മ. രസം വേണോ മോര് വേണോ? മോര്. അപ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നു. ഞാനും ഇമ്മണി ചോറും രസവും കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചി കണ്ണിമാങ്ങാച്ചാർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ, അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. അധികം വിശാലമായ അത്താഴമൊന്നുമല്ല, കുഞ്ഞത്താഴം. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം. പ്രാർത്ഥനയിൽ ഓർക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നാളെ കാണാട്ടോ. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.